അമ്പലപ്പുഴ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം ആയിരിക്കുമല്ലേ? കാരണം വിശ്വപ്രസിദ്ധമായ ഒന്നാണത്. ഇവിടെ ഭഗവാനെ നേദിക്കാനായിട്ട് പാൽപ്പായസമൊക്കെ റെഡിയായി കഴിയുമ്പം തന്ത്രി വാസുദേവാന്ന് ഉറക്കെ വിളിക്കൂത്രേ. ആ സമയത്ത് ഭഗവാൻ അവിടെ വന്ന് നിൽക്കും എന്നുള്ളതാണ് ഐതിഹ്യം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പാൽപ്പായസം കുടിക്കാന്നുള്ള ആഗ്രഹം നടന്നില്ല കേട്ടോ. കാരണം ഇത് അഡ്വാൻസ് ബുക്കിംഗ് വേണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉച്ചവരെ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ രാവിലെയാണ് പോയത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വൈകിട്ടാണ് പോയത്. മാത്രമല്ല, നമുക്കറിയുന്ന ഒരു ഫ്രണ്ട് വഴി പാൽപ്പായസം ബുക്ക് ചെയ്ത് ആൾ വാങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. എനിവേ, അങ്ങനെ ഞങ്ങളവിടെ വൈകിട്ട് എത്തി. ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടോ, ഭഗവാന്റെ ചുറ്റുവിളക്ക് തെളിയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. നന്നായി തൊഴുതു. അപ്പോഴാണ് ഈ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം തൃക്കൈ വെണ്ണയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ചെയ്ത് പ്രസാദമൊക്കെ വാങ്ങി നന്നായി തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.